വീഡിയോനൊക്കെ കമന്റ് വരുന്നുണ്ട്. യൂട്യൂബർമാരൊക്കെ ഇപ്പൊ പുതിയ പുതിയ വീഡിയോ എടുക്കാൻ തുടങ്ങി. സാധാരണ ഇങ്ങനെ ഇരിക്കൂല, ഇങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ചത്. അവര് വിചാരിച്ചത് അങ്ങോട്ടേക്ക് ഇരിക്കുന്ന രീതിയിലാണ് അവർ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ബാൽക്കണി എല്ലാം അടിപൊളിയാണ്. ഇവിടെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഗ്ലാസ് വെക്കാൻ അങ്ങട്ടില്ലല്ലോ. താഴെ വീന്നിട്ട് അതെയാ എന്റെ തുള്ളാനാ ഭഗവാൻ എന്തെല്ലാം പറഞ്ഞു കൊടുത്തു. ഇവിടെ ഇവിടെ എന്റെ അമ്മ ഇത് നേരെ കിണറാണ്. ഇവരിങ്ങനെ പോയി നിന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്ന കേട്ടാ. ഇത് നിങ്ങൾ വിചാരിക്കൂ ഇവര് ഒന്നും അറിയാണ്ട് നിന്നാ നിന്ന്. എന്താണ് സംഭവം? ഇന്ന് എന്താണ് കളിക്കുന്നെടുക്കുന്നത് സ്വാഗതം പറയാൻ വേണ്ടി മാത്രമായിട്ട് അനുവിനെ ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഞാൻ കളിച്ചു കഴിഞ്ഞോട് പോകണം എന്നുള്ള പറഞ്ഞു. എനിക്കിപ്പം പോകണമെന്നുണ്ടാ? ഇല്ലല്ലോ. ഇല്ലാന്നാണോ ഉണ്ടെന്നാണോ? ഉണ്ടാ? പോണാ കളിക്കാൻ പോണാ? കുറച്ചായിട്ട് പോയാൽ പോരാ? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ പോരാ? തിരക്കണ്ടാ? തിരക്കാന്നെങ്കിൽ ഒരു ടാറ്റ ബൈ ബൈ. ഞാൻ ലാസ്റ്റ് ഗുഡ് ബൈ പറയാൻ വരാൻ പറ. കളിയാണ് മുഖ്യം. ബിഗിലേതാല് പോട്ടെ 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 പോട്ടെ. ആ ആ ആ കയ്യല്ല ഇനി കളിക്കുന്ന പിടിച്ചു വന്നിട്ട്. അതായത് ഇപ്പൊ ഈ സ്കൂള് പൂട്ടിയോണ്ട് അല്ലെ, ഇന്നലെ മിഞ്ഞാന്നപ്പോ പൂട്ടിയ വെള്ളിയാഴ്ച മുതൽ സ്കൂള് 2 മാസത്തേക്ക് പൂട്ടിയോണ്ട് ഇപ്പൊ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഇപ്പൊ കളി തന്നെയാണ്, അപ്പുറത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ എടുക്കേണ്ട സമയം മാത്രം ഓനെ വിളിക്കൂ. ആ വിളിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റത്തേക്ക് ഒരു കുറച്ച് അനച്ചില് കാര്യങ്ങളെല്ലാം വീട്ടിലെത്തുന്നവരെ എന്നെ കാണാണ്ട് ഒളിക്കലല്ലാണ് ഇപ്പം പരിപാടി ഓന്റെ. അതുകൊണ്ട് ഞാനിപ്പോ അവൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ നല്ല തപ്പിപ്പോയിട്ടെല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവന്നേ ഇപ്പോൾ. അപ്പോൾ വരുമ്പോൾ അവൻ പറഞ്ഞിന് എനിക്ക് പിന്നെ കളിക്കാൻ പോകണം, ഞാൻ വേഗം പോകും എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് വീഡിയോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഒരു ഹോം ടൂർ പറയാമെന്ന് വിചാരിച്ചു. എന്ത് പറയുന്നു? എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വൃത്തിക്ക് പറഞ്ഞുതരാം. കണ്ട വീടിങ്ങിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കലാണ് കേട്ടാ. നമ്മളെ കാറ് വെച്ചുകൊണ്ടുന്ന ഒരു ഷീറ്റ് കെട്ടിയതെല്ലാം അയച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഷീറ്റെല്ലാം ഇവിടെ കൊണ്ടുവച്ച് ഷീറ്റ് എവിടെ അയച്ചു കൊണ്ടുവച്ചേ? അയ്യോ പാവൻ ഷീറ്റ്. നമ്മുടെ ഷീറ്റ് ഇത് വീടിന് അയച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഐഡിയ? എന്താ പറ, എന്തോ പറഞ്ഞു എന്നാ? അതെ, പൂച്ചക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവര്, അതായത് നമ്മുടെ പ്രകൃതി സൗഹാർദ്ദം എന്ന് പറയുന്നത്, അതുപോലെ പൂച്ചക്ക് കയറാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു കമ്പി ഇങ്ങനെ വെച്ചു. അടിപൊളി. മുകളിൽ പോയിട്ട് കളിക്കാന്ന് വെച്ചാൽ ഇരുടെ ഇരിക്കും. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയല്ലാന്ന്. വൈറ്റ് സിമെന്റ് അടിച്ചാൽ മാത്രമേ കളറാവുന്ന പാട് കാണുന്നു കേട്ടോ. അല്ലാണ്ട് ലൈറ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ല. വൈറ്റ് സിമെന്റ് അടിച്ചാൽ വെളിച്ചം വരുമെന്നാണ് ചിലർ പറയുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ പോയിട്ട് ഒന്ന് നോക്കാം. ഇവിടെ ഒരു ജനലുള്ളേനും, ആ ജനലുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വെളിച്ചെല്ലാം കിട്ടുമായിരുന്നു. ഇതിപ്പോ മൊത്തത്തിൽ ഇരുടായി പോയി കേട്ടോ ജനലടച്ച് നോക്കുമ്പോ. വിളിച്ചോണ്ടാ? ഹലോ, എന്താ നീ? അതെയാ എന്റെ തുള്ളാനാ ഭഗവാൻ എന്തെല്ലാം പറഞ്ഞു കൊടുത്തു. ഇവിടെ ഇവിടെ എന്റെ അമ്മ ഇത് നേരെ കിണറാണ്. ഇങ്ങോട്ട് വന്നാ, ഇങ്ങോട്ട് വാ. നിങ്ങൾ ഈ മൂലക്ക്, നിങ്ങൾ ആ മൂലക്ക് എന്നാ ചേട്ടാ. ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടോ ഓപ്പൺ ആക്കിയിട്ട്, ഇത്ര ഏരിയ ഓപ്പൺ ആക്കിയിട്ട് എപ്പൊ മേടിക്കല് ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കണ്ട. അതുകൊണ്ടാണ് ഇവിടെ ഗ്ലാസ് ആക്കുന്നത്. ഇവിടെ ഗ്ലാസ് ആണ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. എന്നാന്ന് സ്വകാര്യം പറയും. നിങ്ങൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് പറയല്ലോ അത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാന്ന്. അപ്പൊ ഇതാ ഇവിടെ അല്ലേ ഗ്ലാസ് അല്ല ഉദ്ദേശിക്കുന്ന ഇടാ? അതെയാ, വല്ല ധാരണ ഉണ്ടാ? ഈ ഒരു ഏരിയ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് മുമ്പോട്ടേക്കെല്ലാം തള്ളിയിട്ടെല്ലാം ഇങ്ങനെ ഇപ്പം പുതിയ വാർത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവത്തെ വീട് ഇങ്ങനെ ഇവിടെ ഞാൻ അധികം പോകുന്നില്ല. അപ്പോൾ അതെല്ലാം എന്തിനാണെന്ന് അറിയാം. അവിടെ കുറച്ചിങ്ങനെ ഇത് ഇതാക്കിയ അങ്ങ് പോല കിണറ്റിലേക്ക് പോല ഒരു സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. അതായത് സംഗീതത്തിന് ഒരേ നിർബന്ധം ഗ്ലാസ് കഴിഞ്ഞാൽ നമുക്കൊരു കാല് വെക്കാനുള്ള സ്ഥലം കൂടി വേണം പറഞ്ഞിട്ട് അവരെ കൊണ്ട് രണ്ടാമതും വാർത്തയാണ്.
അപ്പോൾ കുറച്ചും കൂടി അങ്ങനെ മുന്നോട്ടൊക്കെ തള്ളി ഒരു ഏരിയയിലാക്കി. ഇവൻ എന്തെല്ലോ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അന്ന് എവിടെയോ റിസോർട്ടിൽ നമ്മളന്ന് 2 കൊല്ലം മുമ്പ് പോയാൽ ആ ഓർമ്മയാണ് ഓൻ ഇപ്പോൾ ഉള്ളത്. ആ കാഴ്ചയിൽ ഇങ്ങനെ വീടാക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ട് വീട് ഇങ്ങനത്തെ റൗണ്ടെല്ലാം കണ്ടാ. ആ നാടേടും അങ്ങനത്തെ ഒരു സാധനം കണ്ടില്ലേ? കാരണം ഇങ്ങനത്തെ റൗണ്ടെല്ലാം ഇങ്ങനത്തെ എല്ലാം വെച്ചിട്ട് ഇത് പണ്ട് പിന്നെ 90 കാലഘട്ടത്തില് വീടുകളിൽ ഇങ്ങനത്തെ റൗണ്ട് കാര്യങ്ങൾ, അതിന്റെ നടുക്കിലൂടെ കുറെ നക്ഷത്രം പോലത്തെ സാധനം മറ്റേതെല്ലാം വെച്ച് അങ്ങനത്തെ അല്ലേ എല്ലാം പുതിയ പുതിയ ചിന്തകളും അവന്റെ ഓരോരോ ഐഡിയ ഒക്കെ കണ്ട റൗണ്ടെല്ലാം വെച്ചിട്ട്. എന്റെ ഇങ്ങനെ നല്ല ഐഡിയ നിങ്ങൾ കണ്ടിങ്ങനെ ഞെട്ടു. അങ്ങനത്തെ ഐഡിയ ഇരിക്കണ്ടേ. അപ്പോ ഇതാണ് ഒരു റൂം. ആ ഇവിടെ ചിമ്മിണീന്റെ സൈഡ് തന്നെ ഇതെല്ലാം അടച്ചു കേട്ടാ. ഇല്ലെങ്കിൽ പുകയും കൊണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും. ഇത് ബാത്റൂം അത് കാണിക്കണ്ടല്ല. ഇവിടെ ചുമരിന്റെ എടുക്ക. ഇവിടെ TV ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ റൂമിന്റെ ഉള്ളില് ആന്ന്. ഇത് ഭയങ്കര ഐഡിയ ആവാൻ ഈ റൂമിന്റെ ഉള്ളിൽ. ഇവിടെ റൂമിന്റെ ഉള്ളിൽ TV ആക്കാനുള്ള സെറ്റപ്പ് സംഭവം ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് ഈ ബോക്സിന് ഈ സാധനത്തിന്റെ അളവെല്ലാം എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് പ്രത്യേക, അതായത് മേല ഈ റൂമിൽ പ്രത്യേകം TV. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടാമോ ഇവിടെ സെൻട്രൽ ഹാളിൽ വേറെ തന്നെ ഒരു TV വീടാ. എന്നിട്ട് ഇതും കഴിഞ്ഞിട്ട് ഇവിടുത്തെ TV കണ്ടിട്ട് ബോറടിക്കുന്നുണ്ട്. നേരെ താഴെ പോയി പഴയ TV കാണാം. ഏതാ വീട്ടിൽ കൂടുതൽ? എന്ത് വീട്ടിൽ കൂടുതൽ? അത് ശരി, അടിപൊളി. അപ്പൊ 2 കൊല്ലം എന്നെ നിലത്ത് നിർത്തിയാലും തോന്നാത്തതാണ് ഇവർക്ക് മോളിൽ റൂം എടുക്കല്. എന്നിട്ട് ഇപ്പൊ ഇവിടെ ബാൽക്കണി എല്ലാം അടിപൊളിയാണ്. ഇവിടെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഗ്ലാസ് വെക്കാൻ അങ്ങട്ടില്ലല്ലോ. താഴെ വീന്നിട്ട് ഇവിടെ അങ്ങ് മിറ്റത്താ അറിയാല്ലേ? അപ്പൊ മറ്റേ നോട്ടം ഫാനിട്ടാല് ഇങ്ങക്ക് അന്ന് താഴേന്ന് ചൂടെടുക്കുമ്പോ ഇനി സ്റ്റെപ്പും കയറി കോണിയും കയറിയിട്ട് ഈടെ വന്ന് നിന്നിട്ട് ഈടി ഇരുന്നിട്ട് വേണം നമുക്ക് ഫാൻ ഇട്ടിട്ട് കാറ്റ് കൊള്ളാൻ. താഴത്തെ ഫാനൊന്നും പോയി. അപ്പൊ ഇവിടുന്ന് അവൻ ആ ഗ്ലാസ്സും അതെല്ലാം വെച്ചിട്ട് പുറമേയുള്ള കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ടാകുന്ന പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ കാണാനുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു. സ്വന്തം ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച പോലെ ഫുള്ള് വാഴകളുണ്ട്. അപ്പുറത്തൊരു വീട്. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും നല്ല കാറ്റും നല്ല മഴയിലുള്ള സമയത്തെല്ലാം പുറത്തേക്ക് ഇതിലോട്ടെല്ലാം കാണാൻ ഒരു പ്രത്യേക രസം തന്നെയായിരിക്കും അല്ലേ? എന്താ ഉദ്ദേശിക്കുന്നതെല്ലാം പറഞ്ഞു തരണേ അടുത്ത ഓരോ സംഭവങ്ങൾ കാണുമ്പോ. ഈടെ എന്നാ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ? എന്നിട്ട് ഇവിടെ എല്ലാരും ഗ്ലാസ് കൊണ്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഗ്ലാസ്സാ? ഈടെ എന്നാ ആക്കുന്നെന്ന് പറഞ്ഞാലേ? ആ കാലം എടാ അത് അതെയാ. ആൾക്കാർക്ക് ഇങ്ങനെ പുറത്തേക്ക് കാര്യം കിട്ടിയിരിക്കണത് അവര് സേഫ്റ്റി ഉണ്ടാവില്ല, ഉറപ്പുണ്ടാവില്ലല്ലോ. അങ്ങനെ അവര് വിചാരിച്ചിനി. നമ്മൾ സാധാരണ ഇങ്ങനെ ഇരിക്കൂല, ഇങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ചത്. അവര് വിചാരിച്ചത് അങ്ങോട്ടേക്ക് ഇരിക്കുന്ന രീതിയിലാക്കാണ് അവർ ഉദ്ദേശിച്ചത്. നിങ്ങളെ കൊടുക്കണം ഹിന്ദിക്കാരെ പണിയെടുക്കാൻ വന്നത് വെറുതെ അല്ല. അല്ല ഇവിടെ ഹിന്ദിക്കാരെ വാഗ്ദാനം വന്നിട്ടെന്ന് വെച്ചാല് അപ്പൊ അവരോട് ഇവരാന്ന് പറഞ്ഞു കൊടുത്തിന് സംഭവം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് അങ്ങനെയാന്ന്. പക്ഷെ അവര് വിചാരിച്ച് പുറത്തേക്കാന്ന്. മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതാണ്. അത് സാരല്ല. ഇവിടുന്ന് ഇങ്ങനെ ഇതിനെന്തോ ഒരു പേര് പറയുകയും കേട്ടോ, ഞാൻ വിട്ടുപോയി, മറന്നുപോയി. ഇതിങ്ങനെ ഒരു ബോക്സ് പോലെ. ഇത് അടിയിലത്ത് ഈ സാധനം ആദ്യം വാർത്തിട്ടുണ്ടായില്ല അല്ലേ? ഇതിപ്പോ രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ട് വാർത്തയാണ്. ഇവൻ ഒരുപാട് ഗ്ലാസ്സുകൾ ചിലവാകും. എന്റെ അമ്മ ഇപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിപ്പോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ സംഭവം. ഇവിടെ ബാത്റൂമിന്റെ വാതിലെല്ലാം ഇവിടെ വെക്കുന്നുണ്ട്. അതൊന്ന് പറഞ്ഞിട്ടാന്ന് വേണ്ട. അതിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിപ്പോ പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. സംഭവം മറന്നും പോയി. ലാസ്റ്റ് പഞ്ഞ നടക്കുമ്പോ ഒന്ന് ഓർമ്മിച്ചാൽ മതി നിങ്ങള്. അൻവി കളിക്കുന്ന ആടുന്ന് കിടന്നു ഇവിടുത്തെ കാണുന്നുണ്ടല്ലോ. തേപ്പ് കുറച്ചും കൂടി ബാക്കിയില്ലേ? തേപ്പ് ഇത് ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ പുറമെ. എടാ ഇതാ ഈ സൈഡ് അവിടെ വീടെല്ലാം കുറച്ച് ബാക്കിയുണ്ട്. ഇതെല്ലാം ഓരോ സ്വന്തം എന്തോ ഐഡിയയിൽ ഇതാക്കുന്നതാണ് കേട്ടോ ഈ സംഭവമല്ലോ.
കണ്ടോ ഈ ബോക്സ് പോലത്തെ എന്തെല്ലോ ആക്കുന്നു. സാധാരണ ഒരു പിന്നെ താഴത്തെ നിലയുടെ ഡിസൈൻ കൊടുത്താല് അതിനനുസരിച്ച് മുകളിലാക്കുകയില്ല. ഈ താഴെന്ന് പ്രത്യേകിച്ച് ഡിസൈൻ ഉള്ളത് അങ്ങനെയല്ല, മൊത്തത്തിൽ പോർഷൻ ഇതെല്ലാം കൊടുക്കുമ്പോ ഇങ്ങനെ എല്ലാ വീട്ടിലും കാണില്ല ഇങ്ങനത്തെ കള്ളികളെ. എല്ലാ വീട്ടിലും ഞാൻ കണ്ടില്ല. അപ്പോ ഇങ്ങക്ക് എപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ അല്ലേ? ഒന്ന് കിണറ് ഒന്ന് അത് ശരി. ഇങ്ങോട്ടാ അതെ കണക്ക് വീഡിയോ എടുക്കാൻ നമ്മളേലും ശ്രദ്ധിക്കണം. ഭാഗ്യം അന്വിനെ ഞാനത് മനഃപൂർവ്വം ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഒഴിവാക്കിയതാട്ടെ. ഇല്ലെങ്കിൽ മുകളിൽ കയറിയാല് പിടിച്ചാൽ നിൽക്കൂല. അതുകൊണ്ട് പിന്നെ കളിക്കേണ്ടത് പിന്നെ അങ്ങോട്ടൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇതിന്റെ ബേക്കിലത്തെ എന്തെങ്കിലും ഇത് സെൻട്രൽ ഹാളില് ഇത് ഇവിടെ വെളിച്ചം ഇല്ലാത്തതുകൊണ്ടാണ്. സെൻട്രൽ ഹാൾ ഇവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. ഇന്ന് ആള് വരാത്തോണ്ടാന്ന്. ഈ ഒരു ഏരിയ എന്താണെന്ന് അറിയാം. സസ്പെൻസാ എന്നാ സസ്പെൻസ് അത് പറയുന്നത്. അത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഈ ഏരിയ എന്താക്കാൻ പറ്റും, ഈ ഏരിയ എന്താക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആയിരിക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ജനല ഇവിടെ ജനല് കൊടുക്കാനുണ്ട്, അതിക്ക് മേടിക്ക് പറഞ്ഞു. അപ്പൊ ഇതാണ് ഈ പുറമേ ഉള്ള ഒരു ഏരിയ. വീട് ഇങ്ങനെ ഷീറ്റ് ഇടാനുള്ള എന്താ കളറ് നല്ല അടിപൊളിയായിട്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്നാ കളറ് അമ്മ അതാണ് കാര്യമായിട്ടുള്ള. അപ്പൊ വേനൽക്കാലത്ത് അയച്ചു പോയി അത് അവരെ മഴക്കാലത്ത് മാത്രം ഒന്ന് തുണിയിടാൻ വേണ്ടിട്ട് ഒരു ഷീറ്റ് വേണം. അപ്പൊ വേനൽക്കാലം ആകുമ്പോ നൈസായിട്ട് അയച്ചു നോക്കുക. ഓയ് അതിലൂടെ കിണറാണോ അമ്മ? ഇല്ലല്ലോ, വാ. അപ്പൊ നമ്മളെ യൂട്യൂബിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇടുന്ന കുറച്ച് വീഡിയോസിന് കമന്റ് ആയിട്ട് വരുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബർമാരെല്ലാം ഇപ്പൊ വീട് വെക്കലായി യൂട്യൂബ്. അപ്പൊ നമ്മളെ വീഡിയോയിൽ വന്ന കുറച്ച് കമന്റ് കേട്ടോ, വളരെ കുറച്ച്. ബാക്കിയുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാം നമ്മൾ എങ്ങനെയാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത്, നമ്മൾ ഏത് ടൈപ്പിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പറയുന്നവരോട് നമുക്കൊന്നും കിട്ടുന്നില്ല, നമ്മൾ വെറുതെ വീഡിയോ മാത്രം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് കാര്യമില്ലല്ലോ. കാരണം എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ ഉള്ള നമ്മുടെ നാട്ടിലുള്ളൊരു ഏകദേശം ഒരു 75% ആൾക്കാർക്കും ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കാരണം ഓരോ ദിവസവും ഒരുപാട് പേര് ഇപ്പൊ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങി വരുന്നുണ്ട്. കാരണം കാണുന്നവർക്കൊക്കെ ഇപ്പൊ യൂട്യൂബ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അതിനെപ്പറ്റി ഏകദേശം ധാരണയുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ വീട് തുടങ്ങി എന്നുള്ളത് അറിഞ്ഞപ്പോഴുള്ള കമന്റാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത്. ഇടുന്നുണ്ട് ഇവിടെ ക്യാമറ അല്ലല്ല, ഞാനെന്താ ചിരിച്ചത് നിങ്ങൾക്ക് കുറച്ച് അറിയുന്നില്ല. ഇതിന്റെ മുകളിൽ കാക്ക വന്നിരുന്നിട്ടുണ്ടേനു. ഞാൻ മുകളിലോട്ട് നോക്കി അപ്പാട് ഇവർക്ക് മനസ്സിലായി, അവര് ചിരിച്ചു. അറിയാണ്ടിരുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അല്ല, ഇവിടെ സീരിയസ് ആയിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. കാക്ക ദൂരോന്ന് ഞാൻ നോക്കുക. നമുക്കെന്ത് കമന്റിൽ പറഞ്ഞത് എന്താ അറിഞ്ഞിന്, നമുക്കിത് പറയാണ്ടിരിക്കാൻ പറ്റീനാ. അമ്മ ഇതിൽ ആര് പറഞ്ഞു ഞാൻ ഇതുവരെ കേട്ടില്ലല്ലോ. അമ്മ കമന്റ് വായിക്കുന്നില്ലല്ലോ. അമ്മ കമന്റ് വായിക്കും, അമ്മ പേപ്പർ മാത്രമേ വായിക്കുന്നുള്ളൂ. എടുക്കയില്ല, അതുകൊണ്ട് സമയം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ വ്ലോഗ് എടുക്കുന്നേ ഉള്ളൂ. അതിലൂട്ടത്തിൽ ഇത് പറയുന്നേ അത്രേ ഉള്ളൂ, ജസ്റ്റ് ടൈം പാസ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമ്മളിൽ വരുന്ന എല്ലാ 99.99% ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നവരെ കമന്റാണ്. കാരണം അവരെ കമന്റ് കണ്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റാണ്. നിങ്ങളെ ഇഷ്ടമാണല്ല, അങ്ങനെ ജോലിക്ക് പോവാതെ നമുക്ക് ഈ യൂട്യൂബ് തുടങ്ങിയാൽ മതിയായിരുന്നല്ലോ. ആ അല്ലോ എന്നുള്ളത് മാറ്റിയിട്ട് അവർക്ക് അതങ്ങ് തുടങ്ങിയാൽ മതി. ആടെ പ്രശ്നം തീർന്നു. കാരണം ഈ ഫോൺ എന്ന് പറയുന്നത് ഇപ്പൊ ആർക്കും ഇല്ലാണ്ടില്ല. ഒരു ഇമെയിൽ ഐ ഡി തുടങ്ങി അതൊരു യൂട്യൂബ് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിന് ഇപ്പൊ ആരും പേടിക്കണ്ട. അക്ഷയ പോയിട്ട് മറ്റേ ഇതാക്കിയിട്ട് അങ്ങനെ ആധാർ കാർഡ് കൊടുത്തിട്ട് ആക്കേണ്ട പരിപാടി ഒന്നല്ല. ഫോണിൽ തന്നെ നമുക്ക് ആക്കാനല്ല, നമ്മളെല്ലാം അങ്ങനെയാ ചെയ്തത്. അതുപോലെ ഒന്ന് ആക്കി നമുക്കൊരു യൂട്യൂബ് തുടങ്ങാനേ ഉള്ളൂ. പിന്നെ ചോദിക്കും, നിങ്ങൾ ഫാമിലീനെ വെച്ചിട്ട് അല്ലേ, നിങ്ങൾ ഫാമിലി മൊത്തത്തിൽ കാണിച്ച് ഫാമിലീനെ അങ്ങനെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിട്ടല്ലേ നിങ്ങൾ. അതിപ്പോ എനക്കൊരു ഫാമിലി ഉണ്ടായി പോയത് പിന്നെ പറയാൻ പറ്റും. നിങ്ങൾ ഫാമിലിനെ കൂട്ടിയിട്ട് ഇൻട്രസ്റ്റോടെ ചെയ്യുന്നതാണ്. ഇല്ലല്ലോ, ഇവരെ തന്നെ നമ്മളിപ്പോ പിടിച്ചു കെട്ടിട്ട് കൊണ്ടുവന്ന ആളല്ലോ. അപ്പൊ അങ്ങനെയാണ് അമ്മക്ക്. പക്ഷെ അമ്മക്ക് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം അമ്മക്ക് ഈ യൂട്യൂബ് ഈ സംഭവം തുടങ്ങിയതിന് ശേഷം പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. കുടുംബശ്രീന്ന് ഒഴിവായി, തൊഴിലുറപ്പൊന്നും ഒഴിവായി. കാരണം അവിടെ ഒന്നും പണിയെടുക്കാൻ പറ്റുന്നില്ല. പോകുന്നവർ വരുന്നവർ സെൽഫി എടുക്കാൻ, അതായത് എന്താ പണിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ ആയാലോ മെല്ലെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ. അത്രയേ ഉള്ളൂ. കാരണം ഇത് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്നതാണ്, എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും ഈ സംഭവം ഉണ്ട്. യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ വെറുതെ കമന്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയുന്നതിന് നല്ലത് നിങ്ങളൊരു യൂട്യൂബ് തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടോ, അല്ലെ അതിന് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കണോ, അതിന് എന്തെങ്കിലും മെനക്കെടണോ എന്നുള്ളതല്ല. അപ്പൊ അന്നേരം
നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. ഏട്ടനിവിടെ നാട്ടിലില്ല, ഏട്ടൻ നാട്ടിൽ ഇപ്പോൾ ആ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം മാത്രമേ വരുള്ളൂ. അങ്ങനെ വന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ വീഡിയോയിലും അവനെ കാണാത്തത്. അതും ഇപ്പോൾ എച്ചൂട്ടൻ എണീച്ചു. അപ്പോൾ ഒരാൾ ഓടിപ്പോയി. ഇത്ര ഒരു വീഡിയോ എടുത്ത ആളിതാ. അപ്പോൾ എൻ്റെ മുഖം കിട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അങ്ങനെ നമ്മളെ പുതിയ താരത്തെ കാണിച്ചിട്ടില്ല എന്ന് വേണ്ട കേട്ടോ. ആശ നല്ല ഉറക്കത്തില്ലേനു. നിങ്ങൾ വിചാരിക്കുന്നത് ഈടുന്നവർക്ക് ഉറങ്ങേണ്ട സൗണ്ട് കേൾക്കുന്നത് ഈടുന്ന കേട്ടാ. അങ്ങനെ നമ്മളെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഹോം ടൂർ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു കൊടുത്താ കേട്ടോ. എന്തെങ്കിലും മാറ്റണ്ടെങ്കിലും മാറ്റിക്കോട്ടെ. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല, കയ്യല്ല ഇനി. ഓ താങ്ക് യു. താങ്കൾക്ക് പറയാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി. എവിടാ വരാ അവരായി അവരെ പാടായി.